ഹായ് ഓൾ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വാഷ് ടൈമർ 7 വയർ വരുന്ന വാഷ് ടൈമറിൻ്റെ കണക്ഷൻ എങ്ങനെ കൊടുക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. നോർമലി വാഷ് ടൈമർ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് കളർ കോഡും അനുസരിച്ചുള്ള വാഷ് ടൈമർ റീപ്ലേസ് ചെയ്യാന്നുള്ളത്. ഇതല്ലാതെ നമുക്ക് ചില സാഹചര്യത്തിൽ സെയിം കളർ കോഡ് ഇല്ലാത്ത വാഷ് ടൈമറുകൾ റീപ്ലേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കൊടുക്കുന്നതെന്നാണ് നോക്കുന്നത്. 7 വയർ വരുന്ന വാഷ് ടൈമറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സൈഡിൽ 3 വയറും മറ്റൊരു സൈഡിൽ 4 വയറും വരുന്ന മോഡലായിരിക്കും കൂടുതലുണ്ടാവുക. അതിൽ 3 വയർ വരുന്ന ഭാഗത്താണ് അതിൻ്റെ ഇൻപുട്ട് വരുന്നത്. ഈ 3 വയർ വരുന്നതിൽ 2 നീളം കുറഞ്ഞ വയറും ഇതിൽ ഈ പിങ്കും ഗ്രേയും ആണ്. പിന്നെ ഈ ബ്രൗൺ കളർ വയറുമാണ് നമ്മുടെ ഈ ഇൻപുട്ട് സൈഡിൽ വരുന്നത്. വാഷ് ടൈമിലേക്ക് ലൈൻ കൊടുക്കേണ്ട വയറാണ് ഈ ബ്രൗൺ വയർ. പിന്നെ ഈ 2 വയർ ഇതിൽ ഒരെണ്ണം വാഷ് സെലക്ടറിലോട്ടും വാഷ് സെലക്ടറിൻ്റെ ഇൻപുട്ടിലോട്ടും മറ്റൊരെണ്ണം ബസറയിലോട്ടുമാണ് കൊടുക്കുന്നത്. അതായത് നമ്മൾ ഈ വാഷ് സെലക്ടറിൽ ഡ്രെയിനാണ് സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മുടെ സപ്ലൈ കട്ടാവാനും അതുപോലെ തന്നെ നോർമൽ ഓർ സ്ട്രോങ് അതുപോലെയുള്ള എന്തെങ്കിലും മോഡുകളാണ് വാഷ് സെലക്ടർ സെലക്ട് ആയിരിക്കുന്നതെങ്കിൽ സപ്ലൈ കടത്തിവിടാനും വേണ്ടിയുള്ള ഒരു വയറാണ് ഈ 2-ൽ ഒരെണ്ണം. അപ്പോൾ ഈ 2 വയറും ഏതിലേക്കാണ് കൊടുക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി ആദ്യം ഇതാണ് ഇതിലേക്ക് സപ്ലൈ വരുന്നതെന്ന് പറഞ്ഞല്ലോ. ഈ സപ്ലൈ കണക്ട് ചെയ്തിട്ട് ഇതിലൊരു വയർ ബസറിലേക്കും ഇതിൽ മറ്റൊരു വയർ വാഷ് സെലക്ടറിൻ്റെ ഇൻപുട്ടിലേക്കും കണക്ട് ചെയ്യുക. അതിനുശേഷം സപ്ലൈ കൊടുത്തിട്ട് ടൈമർ തിരിച്ച് കഴിയുമ്പോഴത്തേനും ഒന്നെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബസർ വർക്ക് ചെയ്യാൻ തുടങ്ങും. അതായത് പ്രോഗ്രാം എൻഡ് ചെയ്തതിന് ശേഷം അടിക്കേണ്ട ബസർ കറങ്ങാൻ തുടങ്ങുമ്പോൾ അടിക്കും. അപ്പോൾ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ കൊടുത്തിരിക്കുന്ന കണക്ഷൻ തിരിഞ്ഞു പോയിട്ടുണ്ട്. ഉടനെ പവർ സപ്ലൈ ഓഫ് ചെയ്തിട്ട് പിങ്ക് വയർ വാഷ് സെലക്ടറിലേക്കും ഈ ഗ്രേ വയർ ബസറിലേക്കും കൊടുത്തിരുന്നതെങ്കിൽ ഗ്രേ എടുത്ത് വാഷ് സെലക്ടറിൻ്റെ ഇൻപുട്ടിലേക്കും പിങ്ക് എടുത്ത് ബസറിലേക്കും കണക്ട് ചെയ്യും. അപ്പം ഈ ഒരു സെക്ഷൻ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് കണക്ട് ചെയ്തേ. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും 2 നീളം കൂടിയ വയറുകളും 2 നീളം കുറഞ്ഞ വയറുകളും നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ അത് ഗ്രീനും ബ്രൗൺ കളർ വയറുമാണ് നീളം കുറഞ്ഞു വരുന്നത്. പിന്നെ ഈ ഗ്രേയും യെല്ലോവും നീളം കൂടിയ വയറുകളാണ്. നീളം കൂടിയ വയറുകളായ ഗ്രേയും യെല്ലോവും വാഷ് മോട്ടറിലേക്ക് പോകുന്ന വയറുകളാണ്. അതായത് വാഷ് ടൈമർ തിരിച്ച് വാഷ് തുടങ്ങുമ്പോൾ പൾസേറ്റർ ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും കറങ്ങുന്നത് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഈ കറക്കത്തിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി 2 സൈഡിലേക്ക് സപ്ലൈ കൊടുക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന വയറുകളാണ്. നീളം കൂടിയ യെല്ലോ ആണ് ഗ്രേ വയർ. നമ്മുടെ വാഷ് മോട്ടറിൻ്റെ പുറകിലുള്ള ഡയഗ്രാം നോക്കി അല്ലെങ്കിൽ പ്രീവിയസ് കണക്ഷൻ നോക്കിയിട്ട് വാഷ് മോട്ടറിലേക്ക് പോകുന്ന വയറിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയെന്ന് പറയുന്നത് വ്യത്യാസമൊന്നും വരാൻ പോകുന്നത്. ബാക്കി വരുന്ന 2 വയറുകൾ വാഷ് സെലക്ടറിലേക്ക് കണക്ട് ചെയ്യാനുള്ള വയറാണ്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ വാഷ് സെലക്ടറിൽ വരുന്ന പ്രോഗ്രാം ഉണ്ടല്ലോ, അതായത് നോർമൽ അല്ലെങ്കിൽ സ്ട്രോങ് അങ്ങനെ ഒരു 2 പ്രോഗ്രാം സെപ്പറേറ്റ് കാണുമല്ലോ. വാഷ് സെലക്ടറിൻ്റെ ഈ 2 സ്വിച്ചസിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള വയറുകളാണ്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ആയി പോയെങ്കിലും വർക്കിങ്ങിന് വലിയ വ്യത്യാസം വരാനില്ല. ഓക്കെ, നമ്മൾ മനസ്സിലാക്കി ഒന്നുകൂടെ നോക്കാം. ഈ 3 വയർ വരുന്നതിൽ ഒരെണ്ണം സപ്ലൈ, അതായത് നീളം കൂടിയ വയർ സപ്ലൈ. ബാക്കി 2 വരുന്നതിൽ ഒരെണ്ണം ബസറിലേക്ക് മറ്റൊരെണ്ണം വാഷ് സെലക്ടറിൻ്റെ ഇൻപുട്ടിലേക്ക്. ഇത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഷ് സെലക്ടറിൽ ഇതിലൊരു വയർ വാഷ് സെലക്ടറിലും മറ്റൊരു വയർ ബസറിലും കണക്ട് ചെയ്തിട്ട് ടൈമർ റൺ ചെയ്യുക. ടൈമർ റൺ ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ബസർ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണക്ഷൻ തിരിഞ്ഞു പോയി നമ്മൾ നേരെ കൊടുത്തതിന് ഓപ്പോസിറ്റ് കണക്ഷൻ ബസറിലേക്കും വാഷ് സെലക്ടറിൻ്റെ ഇൻപുട്ടിലേക്കും കൊടുക്കുക. പിന്നെ ഇപ്പറേ വരുന്ന 2 വയറിൽ നീളം കൂടിയ വയർ വാഷ് മോട്ടറിലേക്ക് പോകുന്ന 2 വയറുകളാണ് ഈ നീളം കൂടിയ വയർ. അത് 2 വാഷ് മോട്ടറിലേക്ക് പോകുന്ന വയർ കണ്ടുപിടിച്ച് കണക്ട് ചെയ്ത് കൊടുക്കുക. ബാക്കി 2 വയറും നമ്മുടെ വാഷ് സെലക്ടറിൻ്റെ റിമൈനിങ് ആയിട്ടുള്ള പിന്നുകളിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. വാഷ് ടൈമറിൻ്റെ കണക്ഷൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.